ഹലോ ഫ്രണ്ട്സ്, BSS ട്രെയിനിങ് കോളേജ് 2025 ബാച്ചിൻ്റെ ഒരു വൺ ഡേ ഔട്ടിംഗ് ട്രിപ്പാണ് ഈ കാണുന്നത്. രാവിലെ 5 മണിക്ക് മുന്നോട്ട് എല്ലാവരും എത്തിക്കഴിഞ്ഞ് അങ്ങനെ 5 മണിയാകുമ്പോഴത്തേക്കും വണ്ടി എടുക്കാൻ പോകണം. അപ്പോൾ എല്ലാവരും വണ്ടി കയറി വണ്ടിയിലാണ് ഭക്തിഗാനം വെച്ചാൽ അതിനെ ചുവട് വയ്ക്കുന്ന കുറേ പേര് ഞാൻ കണ്ടേ. ഞാൻ ആദ്യമായിട്ട് ഭക്തിഗാനത്തിന് കളിക്കുന്ന പിള്ളേരെ കാണുന്നിട്ടാ. എന്തായാലും അതെല്ലാം ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കൂട്ടത്തിൽ കുറേ ഏറെ പേര് ആബ്സെൻ്റ് ആണ്. കുറേ പേർക്ക് പല പേഴ്സണൽ റീസൺ കാരണം വരുന്നില്ല. എന്തായാലും കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ, അതിന് വലിയ കാര്യം. അങ്ങനെ സീറ്റെല്ലാം കാലിയാണ് കേട്ടോ. ഇതെല്ലാം ഫില്ലാകും പാലക്കാട്ടപ്പോഴത്തേക്കും നമ്മുടെ മീര ടീച്ചറും പിള്ളേരും വരുന്നുണ്ട്. വണ്ടി കയറി ഇവിടെ നമ്മുടെ ശലഭ ടീച്ചറും പിള്ളേരും കളി അങ്ങ് ആറമാച്ചോട്ടെ. വീണയൊന്നും രക്ഷയുണ്ടായില്ല. പാലക്കാട് എത്തിയപ്പോഴത്തെ മീര ടീച്ചറും പിള്ളേരും വണ്ടി കയറിയിട്ട് കേട്ടോ. എന്തായാലും ടീച്ചറും പിള്ളേരും വൈബാണ്. ഈ സമയത്ത് ഉണ്ട് അയ്യൂബും ഇവിടെ ജിഷ്ണു എന്തോ കൂലങ്കർശമായി ചിന്തിക്കുന്നുണ്ടോ. എന്തായാലും വണ്ടി 100-110 പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കട്ടെ ഹൈവേ കൂടി. പിള്ളേരെല്ലാം കളി അങ്ങനെ ഉക്കട എത്താറായി. ഉക്കടത്ത് നമ്മുടെ ബാല ടീച്ചർ കയറിയത്. ബാല ടീച്ചറിന് ഹാപ്പി ആയിട്ട് കയറി എല്ലാവർക്കും ഒരു ഹായൊക്കെ കൊടുത്ത് ഒരു വിഷയൊക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ ഇഷ്ടം എത്തിയിട്ട് അപ്പോൾ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. ഒട്ടും മടിച്ചില്ല ഫുഡ് കഴിക്കണം. മസാല ദോശയും പൂരിയും ചമ്മന്തിയും അതുപോലെ തന്നെ തമിഴ്നാട് സ്പെഷ്യലായ കേസരിയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഗംഭീര ഫുഡായിരുന്നു രാവിലെ തന്നെ. ഞാനെന്തായാലും പൂരിയാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ വടയുണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു, കേസരി ഉണ്ടായിരുന്നു, പിന്നെ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടായിരുന്നു. അതെന്തായാലും എനിക്കിഷ്ടപ്പെട്ടെ. അങ്ങനെ ബാക്കിയുള്ള എല്ലാം മസാല ദോശയാണ് അവർക്കെല്ലാം ഇഷ്ടമുള്ള എല്ലാം കഴിച്ച് കഴിക്കണ്ട. പൊങ്കലുണ്ടായിരുന്നു, അതും കഴിക്കണ്ടായിരുന്നു. കുറച്ച് പേരെല്ലാം കഴിച്ച് കഴിഞ്ഞു കേട്ടോ. എന്തായാലും അതിൻ്റെ കൂടെ ചായ കൂടെ ഞാൻ പറഞ്ഞു കേട്ടോ. തമിഴ്നാട് വന്ന് പിന്നെ തമിഴ്നാട് ചായ സ്പെഷ്യലാണ് അറിയാലോ. അങ്ങനെ ഒരു ചായയും അതിനോടൊരു കപ്പും കിട്ടും ഗ്ലാസിൻ്റെ കൂടെ. അത് നല്ല ഗംഭീരമായിട്ട് ആറ്റി നമുക്ക് ഊതി കുടിക്കാം. അവിടെ നിന്ന് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് കാളവണ്ടി കണ്ടോ. ഒരു പൈതൃകമായ ഒരു രീതിയിലെ കാളവണ്ടിയല്ല, വ്യത്യസ്തമായ ടയറൊക്കെ ഉള്ള സെറ്റപ്പ് കാളവണ്ടി. അവിടെ നിന്ന് ടീച്ചറുടെ ഇൻസ്ട്രക്ഷൻ എല്ലാം കൊടുത്ത് നമ്മൾ ആശ്രമത്തിലോട്ട് പോകാം കേട്ടോ. അങ്ങനെ അതിനകത്തോട്ട് കയറാൻ ഫ്രീ ആണെങ്കിൽ പോലും എൻട്രി, പക്ഷേ മൊബൈലോ ബാഗോ അകത്തോട്ട് കയറ്റാൻ പറ്റില്ല കേട്ടോ. പിന്നെ എങ്കിലും ഞങ്ങൾക്കൊന്നും അതിനകത്ത് കയറ്റാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേറൊരാളുടെ ഫോണിൽ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചാണത്. അതാണ് ഈ കാണുന്നത് കേട്ടോ. എന്തായാലും അതിനകത്ത് ഫോണത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര സൈലൻ്റാണ്. നമുക്ക് ഓട്ടോ സജഷനൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ പ്ലേസ് ആണ് കേട്ടോ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ആശ്രമമാണ് അത്. തീർച്ചയായിട്ടും കോയമ്പത്തൂർ വരുന്നവരിത് മിസ് ചെയ്ത് കാണണം. കാരണം ഇതിനകത്ത് ഒത്തിരി ഫീൽ ഗുഡ് പ്ലേസ് ഉണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന കേട്ടോ. എന്തായാലും അതെല്ലാം ഗംഭീരം. ഇപ്പം ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നേരെ കാണാൻ പോയത് ശിവൻ്റെ സ്റ്റാച്ചു കേട്ടോ. അപ്പോൾ അത് കാണാൻ പറ്റുന്ന കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടുന്ന് നേരത്തെ കണ്ടിട്ടുണ്ട്, ഒരു ദിവസം വൈകുന്നേരം വന്ന് കണ്ടതാണ് നമ്മൾ ഫാമിലിയായിട്ട്. എന്നാലും ഇതൊരു കാഴ്ച പ്രത്യേകത തന്നെയായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് കണ്ടു. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരും. ഞാനും കുറേ കൂടി അവർ കുറേ ഫോട്ടോസ് എടുത്ത് കൊടുത്തു. എന്തായാലും ഗംഭീരമായിരുന്നു അവിടുന്ന്. പിന്നെ അവിടെ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. നമ്മുടെ കോളേജിൽ വന്ന എല്ലാവരും കൂടി ചേർന്ന് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ടോ. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ അവിടെയും സ്പെൻഡ് ചെയ്തു. ഇനി ഞങ്ങൾക്ക് ഇനി വീണ്ടും 2-3 ഡെസ്റ്റിനേഷൻ കൂടി ഉണ്ട് പോകാനുള്ളത്. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് വീണ്ടും ആ ഒരു ഫോട്ടോയ്ക്ക് പോസ്. അപ്പോൾ വീണ എന്തൊക്കെ കമൻ്റ് അടിച്ചുള്ള അവർക്ക് ഞാൻ ഒരു ക്ലോസപ്പ് കൊടുത്താണ്. എന്തായാലും അവിടെ നിന്ന് ടീച്ചേഴ്സ് എല്ലാം കൂടി ബാറ്ററി കാറിൽ കയറി പാർക്കിംഗ് ഏരിയയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചാൾസ് സാറും പ്രജിത് സാറും നടന്ന് പോയിട്ട്, അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കുട്ടികളും കൂടിയായിരുന്നു. ഒരുമിച്ച് നടന്ന് ഞങ്ങൾ പാർക്കിങ്ങിലോട്ട് പോവുകയാണ്. നല്ല വെയിൽ ഫീൽ ചെയ്യുകയാണെങ്കിലും ചൂട് കുറവാണ്, നല്ല കാറ്റും ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളത് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.